ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് രാവിലെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്ക് എവിടെയോ പോകാനുള്ള തത്രപ്പാടിലാണെന്നുള്ളത്. അപ്പോൾ നിച്ചുട്ടിനെ വേഗം എണീപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. യാമിക്കുട്ടി എണീക്കുമ്പോഴേക്ക് വേഗം ഒന്ന് റെഡി ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒന്ന് ഒരുങ്ങുന്നുണ്ട്, അത്ര തന്നെ. അതാണ് മേക്കപ്പ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ട് നിച്ചൂട്ടിനെയും ഡ്രസ്സെല്ലാം മാറ്റിച്ച് മുടിയെല്ലാം കെട്ടിച്ച്. അപ്പോൾ യാമി എണീക്കുമ്പോഴേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. യാമീനൊന്ന് മൂടൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോവാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനിടയിൽ യാമിക്കുട്ടി എണീച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഫൈനലി ഡ്രസ്സൊക്കെ ചെയ്തത്. യാമിക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് കേട്ടോ. അന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ ഇട്ടതേ ഉള്ളൂ. പുറത്ത് പോകുമ്പോൾ ഇടുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. അയ്യോ, എവിടെ പോകുന്നെന്ന് ഇതുവരെ ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ പറശ്ശിനിക്കടവ് പോവുകയാണേ. നമുക്ക് ഇവിടുന്ന് ആകെ ഒരു അരമണിക്കൂറിനുള്ളിലെ സമയം വേണ്ടു കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ എത്തും. കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നതല്ലേ അല്ലേ. നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ കുറേ പേര് പറശ്ശിനിക്കടവിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്രയും അടുത്താണ്. ഇതാ യാമിയും റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ജസ്റ്റ് ഒന്ന് മേല് കഴുകിച്ചിട്ട് ഒരു ഉടുപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. യാമിക്ക് മൂടൊക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ്. താനേ ഉറക്കം എണീറ്റല്ലേ അങ്ങ് മൂട് ശരിയാവുള്ളൂ. എൻ്റെ ഡ്രസ്സിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിഷു ഒക്കെ വരുന്നതല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും വാങ്ങിച്ചാൽ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. 3 പീസ് സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും സെറ്റായിട്ട് റെഡി ആയിട്ട് പോവുകയാണ്. അമ്മയും റെഡി ആയിട്ടുണ്ട്. അച്ഛനും ഏട്ടനും ആസ് യൂഷ്വൽ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് നാളായി പറശ്ശിനി പോകണമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് പെട്ടെന്നൊരു തോന്നലുണ്ടാവും, ഒന്ന് പറശ്ശിനി പോകണം എന്നുള്ളത്. അപ്പോൾ പോയിട്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ വെക്കേഷനൊക്കെ ആകുമ്പം ഇനി നല്ല തിരക്കുമായിരിക്കും. അതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാമിക്കുട്ടി ഇങ്ങനെ തപ്പോട്ടെ തന്നെ. പാട്ട് എപ്പോൾ കേട്ടാലും അപ്പം ഇങ്ങനെ തപ്പോട്ടിക്കൊണ്ടിരിക്കൂട്ടെ. ടിവിയിലായാലും കേട്ടാൽ അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പറശ്ശിനിയിലേക്ക് പോയി. സാധാരണ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ചൂടലുണ്ട്. ഇന്ന് മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല. നേരെ അങ്ങ് കയറി പോകുമ്പോഴേ ഇങ്ങനെ ചെണ്ടേൻ്റെ കൊട്ട് കേട്ടപ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ മുത്തപ്പനും തിരുവപ്പനും ഉണ്ടാവും എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിനി. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിനി. തീരാൻ പോകുന്നുണ്ടായത് കേട്ടോ. നമ്മളൊരു 5 മിനിറ്റും കൂടെ വൈകിട്ടുണ്ടെങ്കിൽ തീരുമായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തി. പോരാത്തതിന് ഒരു തിരക്കുമില്ല കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പറശ്ശിനി പോകുമ്പോൾ ഇത്രയും തിരക്കില്ലാണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് അടുത്തുനിന്ന് കണ്ടു, തൊഴുതു, പൈസയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇന്ന് പോയിട്ട് എന്തോ ഇന്ന് പോവാൻ തോന്നിയത് നല്ലതാണെന്ന് തോന്നിപ്പോയിട്ട് അവിടെ എത്തിയപ്പോഴേക്കും ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഫുഡിനും നിന്നിട്ടില്ല കേട്ടോ. ഉച്ചവരെ അവിടെ നിൽക്കണ്ടേ. പിന്നെ പ്രസാദം കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ കയറിയിട്ട് പ്രസാദമൊക്കെ കഴിച്ചു. കടലയാണ് ഇന്നുണ്ടായത്. ചിലപ്പോൾ വൻപയറും തേങ്ങാക്കൊത്തും ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കടല പുഴുങ്ങിയതായിരിക്കും. ഇന്ന് കടലയാണ് ഉണ്ടായത്. അപ്പോൾ ഞാനും അമ്മയും യാമിക്കുട്ടിയും കൂടെ വേഗം കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങി. ഏട്ടനെയും അച്ഛനെയും നിച്ചുട്ടിനെയും കൂടെ വെയിറ്റ് ചെയ്യാനേ. യാമി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുവാണ്. നമ്മൾ ഇതിന് മുന്നേ പോയത് യാമിക്കുട്ടീൻ്റെ ചോറൂണിനാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, യാമിക്ക് 6 മാസം ഉണ്ടാകുമ്പോൾ. ഇപ്പം ഇതാ 1 വയസ്സാവാനായി വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ചന്തയിലേക്ക് അങ്ങ് ഇറങ്ങി. പറശ്ശിനി പോയാൽ ഇത് എന്തായാലും നിർബന്ധമാണ് കേട്ടോ, എന്തൊക്കെയോ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം നിച്ചുട്ടി പോകുമ്പോഴേ ഈ ഒരു ചെവിയിൽ ഹെഡ്സെറ്റ് പോലത്തെ ഈ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അതുകൊണ്ട് ആദ്യം തന്നെ അത് വാങ്ങിച്ചു. യാമി ഇങ്ങനെ കൗതുകത്തോടെ നോക്കുവാണ് എന്താണ് സംഭവം എന്നല്ലോ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഈ പ്രാവശ്യം കൗതുകം ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛേ അത് വേണം ഇത് വേണം എന്ന് പറയാൻ തുടങ്ങുന്നു. എന്തേ കിട്ടിയാ? ഓ കിട്ടിയാ? ബോള് കിട്ടിയാ? സന്തോഷമായ? കുറേ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു ഷോപ്പ് നമ്മൾ കയറി പോകുമ്പോൾ ഉണ്ടല്ലോ, ആ മുല്ലപ്പൂവൊക്കെ വിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഷോപ്പ് ഉണ്ട്, കുറച്ച് വലിയ ഷോപ്പ്. അവിടെ നമ്മൾ മിക്കവാറും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. കുറച്ച് അഫോർഡബിൾ ആയിട്ട് കിട്ടലും ഉണ്ട്. നിങ്ങൾ ഇനി പോകുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, അത്യാവശ്യം അഫോർഡബിൾ ആണ്. അമ്മമ്മയും മോളും കൂടെ എന്നാ പരിപാടി? കമ്മലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുവാനേ, വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷോപ്പിലെല്ലാം കാണുന്ന പോലെ എടുത്തു വെച്ചാൽ വേഗം കിട്ടും. എന്നും ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പരിധി എടുക്കാം. നമുക്ക് കൊറേ ഉണ്ട്, ഷോപ്പിൽ വെച്ച പോലെ ഉണ്ട്. മോതിരം, ഏതോ നിച്ചിന്റെ മോതിരം മേടിച്ചിനെ. അങ്ങനെ നമ്മൾ പറശ്ശിനി പോയിട്ട് വന്നല്ലോ മേ. നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വന്നു. നിച്ചുട്ടി പോയി പോകുമ്പോ തന്നെ ഒച്ച ഇങ്ങനെ കേട്ടപ്പോ തന്നെ ഉണ്ട് അറിഞ്ഞപ്പോ തന്നെ സന്തോഷമായി. അപ്പൊ അവിടുന്ന് പുറത്തുനിന്ന് അവര് പുറത്തുനിന്ന് പറഞ്ഞു ഇപ്പൊ മുടി വയ്ക്കും വേഗം പോയിക്കോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി പോയതാണ്.
കണ്ടു മുടി അയക്കുന്ന എല്ലാം കണ്ടു. കൊറേ ആയാലും നമ്മള് പോകുമ്പോ ഇങ്ങനെ കാണാത്ത ഡീറ്റെയിൽ ഇങ്ങനെ തലക്കെല്ലാം തൊട്ടില്ല ദിയാമിന്റെ നിച്ചുവിന്റെ എല്ലാം തലക്കെല്ലാം തൊട്ട് അനുഗ്രഹിച്ച് അതൊരു ഫീലാണല്ലേ? എന്തോ ഒരു ഭയങ്കര ഫീലാ. മുടി അയക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും കൊല്ലം പോയിട്ട്. അതെ അമ്മ അച്ഛൻ അമ്മേനെ ആദ്യമായിട്ട് കാണുന്നേ. ഭയങ്കര നിച്ചുട്ടി ആദ്യമായിട്ട് കാണുന്നത്. നിച്ചുട്ടി ആദ്യമായിട്ട് പൈസ എല്ലാം കൊടുത്തല്ലേ തിരുവപ്പനല്ല? ആദ്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നതെന്ന്, പക്ഷെ പിന്നെ കൊടുത്തല്ലേ? ഉടുപ്പെല്ലാം മാറ്റാലേ ഇനി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പറശ്ശിനിക്കടവ് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പം എൻ്റെ ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്, ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് മുകളിൽ ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്നേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കുറവാണല്ലേ. എനിക്ക് ഒന്നാമത് യാമിക്കുട്ടീനെയും കൊണ്ട് ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. പിന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ല, നമ്മൾ റീസ്റ്റാർട്ടിങ് ട്രബിൾ, അതാണ് പ്രശ്നം. ഒരു ട്രാക്കിലേക്ക് വരുന്നില്ല. എല്ലാം കൂടെ സെറ്റ് ആകുമ്പോഴേക്ക് യാമിക്കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ ആകുമ്പോൾ എന്തോ ഒരു ട്രാക്കിലേക്ക് വരുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനത്തെയൊക്കെ വീഡിയോസ് ആണ് ഇനി വേണ്ടത്, നിങ്ങൾ എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കാം. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ നിങ്ങളുടെ ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ കിട്ടുക വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.